ഹേ ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ലാസ്റ്റ് പാർട്ട് ഓഫ് ട്രിപ്പാണ് കാണാൻ പോണത്. ഇത് നമ്മുടെ തേർഡ് വ്ലോഗ് കൂടെയാണ്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്റ്റേയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആനക്കുളത്ത് നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോണത്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഒട്ടും പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, നേരത്തെ കണ്ടുകൂട്ടി പോകണമെന്ന് തീരുമാനിച്ച ഒരു സ്ഥലമൊന്നുമല്ല. പെട്ടെന്ന് ഒന്ന് തോന്നി പോകാമെന്ന് കരുതി പോണതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റി എൻ്റെ ഹസ്ബൻഡ് ഒരു 3-4 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്തേക്കായാലും ആ ഒരു വ്യൂവിലേക്കായാലും ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായി, ഈ പറഞ്ഞോട്ട് ഗൂഗിൾ നോക്കരുത്, അതുപോലെ ഇതിൻ്റെ ഫോട്ടോസൊന്നും സെർച്ച് ചെയ്യരുത്, അവിടെ ചെന്ന് കാണുമ്പോൾ ആ ഒരു ഭംഗി മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാനും ഇച്ചിരി എക്സൈറ്റഡ് ആയിരുന്നു, എന്തായിരിക്കും അവിടെ ഇത്ര പ്രത്യേകിച്ച് കാണാൻ എന്നൊക്കെ ഓർത്തത്. അപ്പോൾ നമ്മൾ നേരെ ഇടുക്കിക്കാണ് കേട്ടോ പോണത്. ഇടുക്കി അത് ഞാൻ ലാസ്റ്റ് പറയാം നമ്മൾ ഏതൊരു പോയിന്റിലേക്കാണ് പോണതെന്ന്. അപ്പോൾ ഇടുക്കിക്കാണ് പോണത്. അങ്ങനെ നമ്മൾ പോണ വഴി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം തിരക്കൊന്നുമില്ലാത്തൊരു വഴിയായിരുന്നു. എന്നാൽ പറഞ്ഞാൽ വേറൊരു വണ്ടി വന്നാൽ ഇച്ചിരി റിസ്ക്കാണ് നമുക്ക് പോകാനായിട്ട്, അങ്ങനത്തെ ഒരു വഴി കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടാണ് പോണത്, കാരണം കയറ്റമായിരുന്നു. അപ്പോൾ അധികം റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴികളൊക്കെ കുറേ അധികം കിലോമീറ്ററും സെയിം വഴി തന്നെയായിരുന്നു. കാണുന്നത് ഫുൾ സെയിം ഒരു കാഴ്ച തന്നെയാണ്. ഒരു വശത്ത് മല സംഭവമൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തെ വശത്തെ കയറ്റത്തിലേക്ക് കുറേ വീടുകൾ തന്നെയായിരുന്നു. അങ്ങനെ അധികം ആളും അനക്കവും ഒന്നുമില്ലാത്ത വഴികളായിരുന്നു മിക്കതും. വണ്ടികളായാലും വളരെ കുറച്ച് വണ്ടികളായിരുന്നു ഉണ്ടായ, കടകളായാലും ഇല്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വഴിയായിരുന്നു. കുറേ കിലോമീറ്റർ ഈ ഒരു സെയിം വ്യൂ തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ കാറിലിരിക്കുമ്പോൾ നേരെ ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായി. അത് കണ്ടോ, മേളിലൊക്കെ ആയിട്ടാണ് പല വീടുകളും വന്നത്. എന്നിട്ട് അവരുടെ വണ്ടിയൊക്കെ അവർ താഴേക്ക് ഇട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൗതുകമായിരിക്കും. കാരണം ഞാൻ ഈ പറയണ പോലെ ഒരു സ്ഥലത്തും അങ്ങനെ പോകാറും, നമ്മുടെ ലോക്കലായിട്ടുള്ള സ്ഥലത്തൊക്കെ പോവും, ഫുഡ് എക്സ്പ്ലോർ ചെയ്യും എന്നല്ലാണ്ട് പുറത്തേക്കൊന്നും ഞാൻ പോകാറില്ല, ഒന്നും അങ്ങനത്തേക്ക് ഒരാളാണ്. അപ്പോൾ എനിക്കിതൊക്കെ ശരിക്കും ഭയങ്കര ഒരു വണ്ടറടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ജംഗ്ഷൻ എത്തിയേക്കാണ്. അവിടെ പക്ക എന്താ പറയുക, നിറച്ച ആൾക്കാരും വണ്ടികളും ഷോപ്സും ഒക്കെ ആയിട്ട് കുറേ അധികം തിരക്ക് പിടിച്ചൊരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു പമ്പ് തപ്പി ഇറങ്ങിയാണ്. പമ്പ് തപ്പിയിട്ട് പമ്പ് കിട്ടി, പെട്രോളൊക്കെ അടിച്ചു, സെറ്റായി. നമ്മുടെ ജേണി റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വേറെ കടകളിലോ അല്ലെങ്കിൽ ഒന്നിലേക്കും അങ്ങനെ അധികം ഇതുവരെ അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. കാരണം ഫുഡ് ഈ പറഞ്ഞോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 11 മണി 10:30 ആയപ്പോഴാണ് കഴിച്ചത്. അത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് മറ്റേ ഒരു ഫോണിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഒരു ഷെയ്ക്കിങ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. കുറച്ചങ്ങോട്ട് ആയപ്പോഴത്തേക്കും ഒരു ഷോപ്പ് കണ്ടു. അവിടുന്ന് എനിക്ക് ഈ പറഞ്ഞിട്ട് ഐസ്ക്രീം ഈ ഒരു ആഴ്ച കൊണ്ട് ഒരു 10-20 ഐസ്ക്രീമോളം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഐസ്ക്രീം, അത് മാംഗോ ബാർ. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് എടുത്തു. എൻ്റെ ഹസ്ബൻഡിന് ടീ, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു 15-20 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു വ്യൂ കാണാം. ഒരു കരിക്ക് കടയുടെ ഒരു ബാക്കിൽ കൂടി നമുക്ക് ആ ഒരു ഡാമൊക്കെ ഇടുക്കി, അതിൻ്റെയൊക്കെ ആ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ചെറുതായിട്ടേ കാണാൻ പറ്റൂ, പക്ഷേ നല്ല ഭംഗിയുണ്ടായി. അവിടെ നിന്ന് നല്ല വെയിലത്ത് അവിടെ നിന്ന് നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായി. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മളവിടെ അധികം നേരം നിന്നില്ല, കാരണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനുള്ളതാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങിയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കുറേ ബസ്സില്ലേ, നമ്മുടെ ആലുവ ബസ് കുറേ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഞാനും ഇതൊക്കെ നോക്കി വണ്ടറടിക്കുക, കാരണം ആലുവയിൽ നിന്ന് ഇത്രയും ദൂരം ബസ്, ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പോയേക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. അത്യാവശ്യം കുറച്ച് കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്താണെന്നുള്ളൊരു കൗതുകത്തിൽ ഇരിക്കുകയാണ്. കാരണം
ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു അന്തരീക്ഷമായിരുന്നു അങ്ങോട്ടേക്ക് നമ്മൾ കയറിയപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു വ്യൂ ആയാലും നല്ലൊരു തണുത്തൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഏരിയയാണ്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടേക്ക് എത്തിച്ചേരാനായിട്ട്. അങ്ങനെ ആ ഒരു ബാനറിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് ഉള്ളിലേക്ക് വരണം, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോണത്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ്റെ പേര് വരുന്നത് കാൽവേരി മൗണ്ട് എന്നാണ്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒട്ടുമിക്കവരും ഓൾമോസ്റ്റ് പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ആ എൻട്രിന്ന് തന്നെ അതിൻ്റെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ നോക്കണ്ടെന്ന് പറയാം. കാരണം കണ്ട് നമുക്ക് കിട്ടണ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ നേരെയുള്ളത്. ഇതല്ല ശരിക്കുള്ള വ്യൂ എന്ന് പറയണത്, ഇതല്ല, ഇതിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മളവിടെ ഈ പറഞ്ഞുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം, ഫുൾ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കണം. നമ്മളൊരു 2:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മളവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്ത് അതിൻ്റെ അടുത്ത് തന്നെ കുറേ റിസോർട്ട്സും ഹട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയാണ്. ഇപ്പം അവിടെ ഈ പറഞ്ഞുകൊണ്ട് കുറേ മോഡിഫിക്കേഷൻസ് സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ എൻട്രിയിലൊക്കെ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഗ്രാസ് വർക്ക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഫുൾ നേച്ചർ ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം ഇച്ചിരി വർക്ക്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര എന്താ പറയുക വല്ലാത്ത, അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിഞ്ഞൂടാ. നമ്മൾ കാണുന്നത് ഫുള്ള് നമുക്ക് ക്യാമറയിൽ അതുപാട് പകർത്താനും പറ്റിയിട്ടില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങളിവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോയി നോക്കുക. ഇവിടെ സൺസെറ്റും അടിപൊളിയാണ്, സൺറൈസ് ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ കേട്ടേ. ഞങ്ങൾ സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ അവിടെ ഉണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ ഇതും ഇച്ചിരി റിസ്ക് എടുത്താണ് നമ്മൾ ഇറങ്ങി. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മേളിൽ നിന്നും കാണാം, താഴേക്ക് നല്ലോണം ഇറങ്ങി നിന്നിട്ടും കാണാം. ആദ്യം മേളിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് താഴേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അത് കല്ലിൻ്റെ മേളിൽ കൂടെയൊക്കെ ചവിട്ടി താഴേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഓരോരോ പോയിൻറ്റ്സിലായിട്ട് ഈ പറയുന്നത് നമുക്ക് ഇരിക്കാനുള്ളൊരു ബെഞ്ച് അവിടെ ഇട്ടിട്ടുണ്ട്, പൊക്കത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഇറങ്ങി ഒരു ഇച്ചിരി മിഡിലായിട്ട് ഇട്ടിട്ടുണ്ട്, ഏറ്റവും താഴെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. കാരണം എനിക്ക് പറയാനായിട്ട് പേടിയുണ്ടായി ആദ്യം, അങ്ങോട്ട് എങ്ങനെ വീണ് പോയാൽ തീർന്നു, കാരണം അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. പിന്നെ അവിടെ പുക വന്നത് കണ്ടില്ലേ, അത് മഞ്ഞല്ല, അത് അപ്പുറത്ത് ഫോറസ്റ്റാണ്, ഇടുക്കി വൈൽഡ് ലൈഫ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അവിടെ തീ ഇട്ടേക്കണതാണ് ആ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും താഴെ എൻ്റെ ചെറിയൊരു പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അവിടെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും ഇച്ചിരി മേളിൽ വന്നിട്ട് അവിടെ നിന്ന് പോയി ചെയ്യണത്. താഴേക്ക് ഇറങ്ങാൻ ഒരു ഇച്ചിരി റിസ്ക് ആയത് കാരണം അധികം പേര് ഇറങ്ങുന്നുണ്ടായില്ല. നമ്മളവിടെ നിന്നിട്ട് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അവിടെ ഐലൻഡ് കണക്കിന് ചെറിയ ചെറിയ പീസായിട്ട് ഈ ഫോറസ്റ്റ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഒരു മിനി ആമസോൺ ഒരു വ്യൂ കിട്ടിയതുപോലെ ആയിരുന്നു എനിക്ക്, കാരണം അത്രയും എനിക്കിഷ്ടമായത് കണ്ടിട്ട്. പിന്നെ അത് പുകയാണെങ്കിലും നമുക്കതൊരു മഞ്ഞായിട്ടൊക്കെയാണ് തോന്നിക്കൊണ്ടിരുന്നത്, കാരണം അവിടെ മൊത്തം ക്ലൗഡ് വന്ന് മൂടിയൊക്കെ ആയിരുന്നു. നമ്മൾ അത്ര അടുത്തെത്തിയ പോലെ ആയിരുന്നു. അപ്പോൾ അതും നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. പിന്നെ പയ്യെ ആൾക്കാർ ഈ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ പയ്യെ താഴേക്ക് ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒരു ഒച്ചയും ബഹളമൊക്കെ ആയി. അതുവരെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് കുറേ നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്നുള്ള കാറ്റും ആ ഒരു വ്യൂവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഇത് നമുക്ക് എത്രത്തോളം ക്യാമറ പകർത്താൻ പറ്റിയെന്ന് അറിയില്ല, പക്ഷെ ക്യാമറ പകർത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഭംഗി നമുക്ക് നേരിട്ട് കാണുന്ന അത്ര കിട്ടില്ല, കാരണം അത്രയും എനിക്ക് പറഞ്ഞ് തരാനായിട്ട് വയ്യ, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു.
അപ്പോൾ കുറേ അധികം നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു തണുത്ത കാറ്റില്ല, നല്ലൊരു കാറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ച സമയമുള്ളൂ. അപ്പോൾ തണുത്ത കാറ്റില്ല, നല്ലൊരു കാറ്റ് ഇങ്ങനെ അടിച്ചു ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഇഷ്ടമായി. അതിൻ്റെ ഇടയ്ക്ക് 2 പേരെ പരിചയപ്പെട്ടു. അവർ ഫോട്ടോസൊക്കെ, ഇവർ ഈ പറയുന്നത് ട്രിപ്പൊക്കെ പോണ 2 പേരായിരുന്നു. അവർ നല്ല എന്താ പറയുക, നല്ലൊരു ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു. അപ്പോൾ അവരെ കണ്ടു, അവർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഇരുന്നു. ഈ പറയുന്നത് സൂര്യൻ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ടൈമായി. നമ്മൾ വന്നപ്പോൾ അവിടെ അങ്ങനെ അത്ര വലിയ വെയിലുണ്ടായില്ല. പക്ഷേ നമ്മൾ ഇരുന്ന് കുറച്ചായപ്പോൾ ഇത് കണ്ടോ, സൂര്യൻ നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് ഇരിക്കണ ഒരു ടൈമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിൽ നമ്മുടെ മുഖത്തേക്കാണ് കറക്റ്റ് അടിച്ചുകൊണ്ടിരുന്നത്. എന്നാലും അത്ര വലിയ ചൂട് അങ്ങനെ അനുഭവപ്പെട്ടൊന്നുമില്ല. നമുക്ക് നല്ലൊരു ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അതിനൊരു വിഷയമല്ല, അങ്ങനത്തെ ഒരു മട്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഒരു 2 ദിവസം പോയാലും എനിക്ക് ഈ ഒരു പ്ലേസ് അത്രയ്ക്ക് ഇഷ്ടമായി. കാരണം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ പറയണോട്ട് പല എന്താ പറയുക, നമ്മൾ ചില സ്ഥലത്തൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ, ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചേക്കണത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് ഇങ്ങനെ പല കാര്യങ്ങൾ കാണുമ്പോഴേ. എന്നിട്ട് പിന്നെ അവിടെ ഒരു എന്താ പറയുക, കൂൾ ബാർ ഉണ്ടായി. അവിടെ പോയി എൻ്റെ ഇന്നത്തെ അടുത്ത ഐസ്ക്രീം ഞാൻ കഴിച്ചു. ഇത് അവിടെ മാംഗോ ബാർ ഇല്ലാത്ത കാരണം കോൺടോപ്പാണ് കഴിച്ചത്. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് വാങ്ങി, അത് കുടിച്ചു. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ഇച്ചിരിയേ കുടിച്ചുള്ളൂ. എന്നിട്ട് അവിടെ ഇരുന്നു കുറേ നേരം. അവിടെ നമുക്ക് ആ കടയിലിരിക്കുമ്പോഴും പുറത്തേക്കുള്ള വ്യൂ കാണാം കേട്ടോ. അപ്പോൾ അവിടെ പഴംപൊരി പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ 2 പഴംപൊരി വേഗം വന്നു. നല്ല ചൂടുണ്ടായെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എണ്ണയിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണതാണ്. നല്ല ചൂടുണ്ടായി, അതൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഇരുന്ന സ്പോട്ടിൽ നിന്ന് മാറി ഇരിക്കാനായിട്ട് തീരുമാനിച്ചു. ആദ്യം ഇരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് എല്ലാവരും വന്ന് ഈ ഒരു വ്യൂ കാണാൻ വന്നൊരു സ്പോട്ടാണ്. അവിടെ നിന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല റിസോർട്ടൊക്കെ ഉണ്ടെന്ന്. റിസോർട്ടിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറേ പാറക്കല്ലുകളുണ്ട്. ആ കല്ലുകളുടെ മേലിലിരുന്ന് നമുക്ക് ശരിക്കും എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ സൺസെറ്റൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു പാറയുടെ മേളിലേക്ക് കയറി ഇരിക്കുകയാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വൈകിട്ടായി തുടങ്ങി, അതിനനുസരിച്ച് തണുപ്പ് കൂടി വരുന്നുണ്ട്. ഭയങ്കര ഒട്ടുമിക്ക ആൾക്കാർ പോയി തുടങ്ങുന്നുണ്ട്. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട് ഈ സൺസെറ്റൊക്കെ കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരാളും വന്നിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഫ്രഷ് വ്യൂ ആയിരുന്നു. നല്ല സൈലൻ്റ്, നമുക്ക് കാറ്റിൻ്റെ ആ ഒരു സൗണ്ട് എന്നൊക്കെ പറയുന്നത് നല്ലോണം കേൾക്കാം. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. ഇങ്ങനെ മീൻസ് പോകാനേ തോന്നില്ല. കുറേ നേരം കാറ്റുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് തോന്നും. പയ്യെ സൂര്യനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കാറ്റും തണുപ്പും കൂടി വരെയാണ്. അപ്പോൾ അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നൊരു മൊത്തത്തിൽ നമ്മൾ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണൂലേ, ക്ലൗഡ്സ് കൊണ്ട് ഓരോരോ രൂപങ്ങളൊക്കെ ക്രിയേറ്റഡ് ആവണത്, അതുപോലെ പല എന്താ പറയുക പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ മൊത്തം ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു. ആ ഒരു സ്കൈ ഫുള്ളൊരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. കാരണം അവരവിടെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടിയിട്ടോ, വീഡിയോ കാണോട്ടല്ല അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എണീച്ചിട്ട് പോവേണ്. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, മൂക്ക് അടയണ ടൈപ്പ് തണുപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോരാനായിട്ട് തോന്നുന്നുണ്ടായില്ല, അത് വേറെ കാര്യം. അവർ വിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇനിയും അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നേരെ അതിൻ്റെ പുറത്തേക്ക് പോയപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഇരുട്ടായ ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 6:30 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒപ്പം തന്നെയാണ് മിക്കവരും ഇറങ്ങിയേക്കണത്. അതുകൊണ്ട് തന്നെ ഓരോ വണ്ടികൾ പോകണനുസരിച്ച് വേണം നമുക്കും താഴേക്ക് എത്താൻ. ഇതിപ്പോൾ പൊക്കത്തിലാണല്ലോ, ഇനി ആ ബാനർ വെച്ച സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ചെത്തണം, എന്നാലാണ് നമ്മൾ താഴേക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ താഴേക്ക് എത്തി. പിന്നെ തിരിച്ച് വന്നത് ഒരു 1.5 കഥയായിരുന്നു. കാരണം
അത്രക്ക് എന്താ പറയുക ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു റോഡിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. ആളും അനക്കവും ഇല്ലാത്തൊരു റോഡിൽ കൂടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കട കണ്ടപ്പോൾ ഒരു കോഫി വാങ്ങി കുടിച്ചു. ദേ ഈ കണക്കായിരുന്നു റോഡ്. ആരുമില്ല, വീടില്ല, ഒന്നുമില്ല. ഒരു വണ്ടി വന്നവിടെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു റോഡായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ട്രിപ്പിൻ്റെ കുറേ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. എല്ലാവരുടെയും എന്താ പറയുക പേഴ്സണൽ റിപ്ലൈസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ.